വീട്ടിൽ തന്നെ പ്രേരിപ്പിക്കാമെന്നാണ് പറയുന്നത് പല ആളുകളും. അതായത് ഞങ്ങൾ ഇത്തവണ വിജയ്ക്ക് വോട്ട് ചെയ്യും, അതിനൊപ്പം തന്നെ അച്ഛനും അമ്മയൊക്കെ വിജയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ വിഷയം. അപ്പോൾ വിജയ് ആരുടെ വോട്ട് പിടിക്കും, അതാണ് നിർണായകമാവാൻ. എത്രത്തോളം സീറ്റ് കൺവേർട്ട് ആവും എന്നുള്ളത്. അപ്പോൾ വിജയ് ഇപ്പം AIADMKയുടെ വോട്ടാണ് കൂടുതൽ പിടിക്കാമെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. മറ്റു ചിലർ പറയുന്നത് അങ്ങനെയല്ല, DMKയുടെ. കാരണം വിജയ് ബേസിക്കലി ലക്ഷ്യമിടുന്ന ചില വിഭാഗക്കാരുണ്ട്. ഒന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ബേസിക്കലി ജോസഫ് വിജയ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ക്രിസ്ത്യൻ എന്നുള്ള രീതിയിലൊരു ഇമേജ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം ദളിത് വോട്ട്, യൂത്ത് വോട്ട്, വനിതകളുടെ വോട്ട്. ഇതിൽ DMKയുടെ പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും വരുന്നുണ്ട് ഇത്തരം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നോർത്ത് തമിഴ്നാട്, കാവേരി ഡെൽറ്റ റീജിയൻ, അവിടെയൊക്കെ DMKക്ക് വിജയ് നല്ല രീതിയിൽ പണി കൊടുക്കും. എന്നാൽ അതേസമയം തന്നെ AIADMKക്കും വിജയ് കൊങ്കുനാടിൽ നല്ല രീതിയിലുള്ള പണി കൊടുക്കും, അല്ലെങ്കിൽ പ്രഹരം ഏൽപ്പിക്കും എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം രണ്ട് ദ്രവിഡിയൻ പാർട്ടികളുടെയും വോട്ട് വിജയ് പിടിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ ഉണ്ടാവുക, ഒന്നുകിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യം വരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ AIADMKയുടെ വോട്ട്, അതായത് ഭരണവിരുദ്ധ വികാരം വളരെ സ്ട്രോങ് ആണ്. ഇവിടെ ഭയങ്കരമായിട്ട് സ്റ്റാലിൻ സംഭവമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വെറും PR വർക്കാണ്. സാധാരണക്കാർക്കൊന്നും സ്റ്റാലിനോട് അത്ര വലിയ മതിപ്പൊന്നും തമിഴ്നാട്ടിലില്ല. സത്യത്തിൽ AIADMKയും വിജയും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ 20 സീറ്റ് പോലും DMK കിട്ടില്ലായിരുന്നു. അതാണ് അവസ്ഥ. പക്ഷേ ആ രീതിയിൽ ഈ പ്രതിപക്ഷ അനൈക്യം, അതായത് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ആ വോട്ടുകൾ വല്ലാത്ത രീതിയിൽ ഭിന്നിക്കുകയാണെങ്കിൽ ചിലപ്പം ചെറിയൊരു ഭൂരിപക്ഷത്തിന് DMK സഖ്യം, കാരണം 26 കക്ഷികളെയൊക്കെ ചേർത്തിട്ട് പേടിച്ചിട്ടാണ് സ്റ്റാലിൻ അങ്ങനെ ഒരു സഖ്യം SDP ഉൾപ്പെടെ. അപ്പോൾ അതൊരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു തൂക്കുസഭ ആവാൻ സാധ്യതയുണ്ട്. വിജയാണ് കിങ് അല്ലെങ്കിൽ കിങ് മേക്കർ.